ഹായ് കോട്ടയംകാരി. Hi guys, hi Mahin's followers. വേണ്ടി നോക്കുവാണെങ്കിൽ അവർ ചുമന്ന ചട്ടിയിടും. മഞ്ഞ ചട്ടിയിട്ടാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്റെ അമ്മോ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. നമ്മുടെ ചെറുക്കൻ എന്താ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോയി. അവര് വിദേശിയാണെന്നേ അറിഞ്ഞില്ല. യു ആർ ലക്കി മാൻ. അടുത്ത ദിവസം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളിവിടെ ബീച്ചിൻ്റെ അടുത്ത് ഒരു റെസ്റ്റോറൻറ്റിലോട്ട് വന്നതാണ്. ഇവിടുത്തെ പ്രമുഖമായിട്ടുള്ള ഒരു ബീച്ചാണ് കേട്ടോ. ഇവിടെ എന്തോ ഗെയിംസ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ബീച്ചിനോടനുബന്ധിച്ചിട്ടുള്ള കുറേ ഇൻഡോർ ഗെയിംസ് ഔട്ട്ഡോർ ഗെയിംസ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ നല്ല ബീച്ച് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഈ കാണുന്ന ഭാഗം കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. കുറേ ചിത്രങ്ങളൊക്കെയാണ് ഇവിടെ. നമ്മുടെ ഗെയിംസ് ഇവിടെ വരുന്നവർ നമ്മുടെ മെനു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇവിടെ വരുന്നവർക്ക് വേണ്ടി കളിക്കാൻ വേണ്ടി ഗെയിം സെക്ഷൻ ഉണ്ട്. അതിവിടെയാണ്. നല്ല ബീച്ചാണ് കേട്ടോ. ബീച്ചും ബീച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ധാരാളം ഇവിടെ ഉണ്ട്. സായി എന്നെ കൊണ്ടുവന്നിട്ട് സായി ഭയങ്കര എക്സ്പെൻസീവ്. സായി ആർ യു taking me for a date? It looks so expensive. It's because this restaurant is not for comfort the food. It's because for the games. It's really nice. I mean, if you come to Cabo, you need to come to Mango Lake. It's like one of important things to do here. It's not expensive, but we can only drink something. Okay. അതാണ്ട് 550 ഏത് ഒരു അത് ബാർബിക്യൂ. ഓക്കെ, ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇത്. വോഡ്ക, മെസ്കാല്, സിൻ ആൽക്കഹോൾ. ഇവിടെ ഇവരുടെ എന്തോ ബ്രേക്ക് ഡാൻസ് ആണ്. ഇവിടെ നമ്മൾ ഒരു ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങിച്ചിട്ട് ഈ ഡ്രിങ്ക്സ് ഇവിടെ ഇട്ടിട്ട് പോകരുത്. കാരണം ഇവിടെ പതിവായിട്ട് നമ്മളിപ്പോൾ ഒരു എന്തെങ്കിലും വെള്ളം വാങ്ങിച്ചു എന്ന് വെച്ചോ, അത് വെച്ചിട്ട് വേറെ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ആരെങ്കിലും വന്ന് ഡ്രഗ്സ് ഇതിടും. കാരണം സ്ത്രീകളെയൊക്കെ പ്രലോഭിച്ച് എടുത്തോണ്ട് പോകാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് സായി 2 പ്രാവശ്യം ആരോ ഡ്രഗ് ഇട്ട് അങ്ങനെ കൊണ്ടുപോയൊന്നുമില്ല. Did they take you? No, I was with friends, someone who actually can care of me, but in 2 times I was really inconscient and I just drink like a beer, and I was just fall down. അങ്ങനത്തെയൊക്കെ പ്രശ്നമുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കണം. ഇവിടെ ബ്രേക്ക് ഡാൻസ് നടന്നുകൊണ്ടിരിക്കുക. They give you what? They try to give you shots, but you have to pay for them for sure. അവർ ഷോർട്സ് തരാൻ വേണ്ടി നടക്കുന്ന പെൺകുട്ടികളാണ് കേട്ടോ. പക്ഷെ പൈസ കൊടുക്കണം. ഇവിടെ ഈ റെസ്റ്റോറൻറ്റിന് പുറത്ത് ഇതുപോലുള്ള കച്ചവടക്കാരാണ് കേട്ടോ കൂടുതൽ ആളുകളും. ഓരോ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി നടക്കുന്ന ആൾക്കാർ. പുള്ളിക്കാരി കണ്ടില്ലേ? പുള്ളിക്കാരി ആൺകുട്ടികളെ പ്രലോഭിപ്പിച്ചിട്ട് ഷോട്ട് നൽകി പൈസ വാങ്ങാൻ നടക്കുന്നതാണ് കേട്ടോ ഈ കാണുന്ന പുള്ളിക്കാരി. ഈ പുള്ളിക്കാരൻ ഡ്രിങ്കിങ് കോമ്പറ്റീഷന് വേണ്ടി നടക്കുന്നതാണ്. പല ആളുകളുമായിട്ട് ടേബിളിൽ വന്നിട്ട് മദ്യപിച്ച് മത്സരിക്കും. There is one competition that they put a beer with a waitress and someone like from the public. So you have to drink the beer first and then, but no one beat to this guy because he is professional in that. പുള്ളിക്കാരൻ കുടിച്ച് തോൽപ്പിക്കാൻ വേണ്ടി നടക്കുന്നതാണ്. അത് വെച്ചിട്ട് റെസ്റ്റോറൻറ്റിന് കൂടുതൽ പൈസ കിട്ടും. കൂടുതൽ ആൾക്കാർ മദ്യം വാങ്ങും. കണ്ടോ? അവിടെ ബ്ലാങ്കറ്റ് വിൽക്കാൻ നടക്കുന്നു. ഫുള്ള് കച്ചവടമാണ്. ഇവിടെ ബിയർ കുടിക്കാനുള്ള കോൺടെസ്റ്റ് നടക്കാൻ വേണ്ടി പോവാണ്. അതുകൊണ്ട് 2 ബിയർ അവിടെ വെച്ചിരിക്കുന്നുണ്ടോ. ജയിക്കുന്നവർക്ക് എന്തോ കിട്ടും, തോറ്റവർക്കൊന്നും കിട്ടൂല. അതുകൊണ്ട് ഇവരെല്ലാം ഓടിപ്പോവാണ് കേട്ടോ മത്സരിക്കാൻ വേണ്ടി. Anything you want to say to your opponent? No. Remember rule number 3. Anything you want to say to your opponent? Anything you want to say? Good luck. Good luck. Okay. Put your hand in the air.
You only pick it up when I say go, not before that. People, somebody give it up for this guy. Give it up for this guy. Give it up for this guy. Every go. Don't spill. Oh, we got a yellow flag. We got 2 yellow flags. Señor, you spill the beer. Señor, you even pour it on yourself. You're disqualified. You're disqualified. Go. Shoot. Shoot. Somebody grab your hands for these guys. Give it up for this guy. Take a sip. Take a sip. പുള്ളിക്കാരൻ ചെക്ക് ചെയ്യുവാണ് അതിൽ ബാക്കി ആരെങ്കിലും ഒഴിക്കാതെ ഉണ്ടാണെന്നോ. ചേട്ടാ ഇവരെ അയച്ചു. ആ കാണുന്നത് സായിയുടെ ഫോളോവർ ആണ് കേട്ടോ. ഇറ്റ്സ് യുവർ ഫോളോവർ റൈറ്റ്? സായി ഫേമസ് ആണ്, ബട്ട് കുഴപ്പമില്ല കേട്ടോ. എന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല. സായിക്ക് നല്ലപോലെ ഇവിടെ നടക്കാം, ആരും അങ്ങനെ വലിയ ശല്യപ്പെടുത്തില്ല. കാരണം എല്ലാവരും അമേരിക്കൻസ് ഒക്കെ ആണല്ലോ. സായിയുടെ ഫോളോവർ പുള്ളിക്കാരനെ തന്നെ അറിയാം. അങ്ങനെ പുള്ളിക്കാരൻ പറഞ്ഞു ദ ബ്യൂട്ടിഫുൾ പേഴ്സൺ ഫ്രം ഇന്ത്യ എല്ലാവരുടെ മുന്നിൽ വെച്ച് കേട്ടോ. പുള്ളിക്കാരൻ നല്ല രസമുണ്ട് കേട്ടോ. അവിടെ കിടന്ന് ആക്ട് ചെയ്യുന്നുണ്ടോ. ബിയർ ഒഴിക്കുവാണ്. ആരാണ് കൂടുതൽ ബാക്കി വെച്ചത് അവർ തോക്കും, മറ്റുള്ള ആൾ ജയിക്കും. സായ് so sad. Mexican തോറ്റു. The only Mexican in the country. Mexican fail. What do you have again? Germany and USA. ജർമ്മനിക്കാരിയും അമേരിക്കക്കാരിയാണ് കേട്ടോ. ജർമ്മനിക്കാര് തീർത്തു. Somebody make some noise, make some noise, make some noise. ഈ ടീം ജയിച്ചോ? You suck, bro. നമ്മുടെ ഡിസ്ക്വാളിഫൈ ആയിട്ടുള്ള ചെറുക്കന്മാരാണ് കേട്ടോ. ഇനി Everybody make some noise, make some noise, make some noise. The winner, സായിക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് കണ്ടില്ലേ? ബിക്കോസ് യു ആർ ഫേമസ്. ഇവിടെ വേറൊരു ഗെയിം അടക്കമാണ് കേട്ടോ. 5 പെമ്പിള്ളേർ അവിടെ സ്ട്രീറ്റിലുണ്ട്. അവര് പറയുന്ന കാര്യങ്ങൾ പോയി ചെയ്യണം. ഒരു വെയിറ്ററിനെ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. പോയിട്ട് ഓടിപ്പോയി അവര് വെയിറ്ററിനെ കണ്ടുപിടിക്കാൻ വേണ്ടി പോവാതാ. പുള്ളിക്കാരി തോറ്റു കേട്ടോ. പുള്ളിക്കാരി അവസാനം വന്നാണ് കേട്ടോ. പുള്ളിക്കാരി തോറ്റു. പുള്ളിക്കാരി ആക്ച്വലി തോറ്റു. Ladies, you remember your chair. The waiters, they gotta shake their booties for you. DJ! Who's your waiter? പുള്ളിക്കാരൻ പറയും ഇപ്പൊ എന്താണ്? And find me a 50-year-old man. 50 വയസ്സായിട്ടുള്ള പുള്ളിക്കാരൻ. 50 or older. 50-year-old man. 50 or older. 50 or older. Sit on your lap. Hey, watch your step.
Watch your step. Here, there. Oh, shit. പുള്ളിക്കാരിക്ക് ആരെയും പിടിക്കാൻ പറ്റിയില്ല കേട്ടോ. ഇവിടെ ഒരു 50 വയസ്സായ പുള്ളിക്കാരുണ്ടായിരുന്നു. Amigo, how old are you? 61, almost 69. പുള്ളിക്കാരൻ 61 വയസ്സ്. Senor, how old are you? Okay. What about you? You're in. പുള്ളിക്കാരന് 53 വയസ്സ്. അടുത്ത എന്താണെന്ന് നോക്കട്ടെ. A man's swimming shorts. ഏതെങ്കിലും സ്വിമ്മിംഗ് ഷോട്ട് ഇട്ടിട്ടുള്ള ആണിനെ കണ്ടുപിടിക്കാനാണ്. Swimming shorts. Find a man that his shorts. Swimming shorts. Get a man swimming shorts. Cuidado, la chocolata. Y tiempo. One. He made it. Tiempo. Somebody give it up for this guy. Give it up for this guy. There you go. There you go, ladies. ഈ ഗെയിം ഉള്ള കേട്ടോ. ഇനി അടുത്ത ഫൈനൽ റൗണ്ട് എന്താണെന്ന് നോക്കട്ടെ. For the win. ഞാനെല്ലാം കമത്തി എൻ്റെ ദേഹത്താക്കി. Simon says, Go and find me. Go and find me. The big, round, the big fat tequila man. The big tequila man. പുള്ളിക്കാരനെ കണ്ടുപിടിച്ചോണ്ട് വരാനായിരുന്നു. പുള്ളിക്കാരി കണ്ടുപിടിച്ചു കേട്ടോ. Where's the other girl? There you go. There you go. Give it to her. Give it to her, my son. Back to the bone. Back to the bone. Back to the bone. There you go. 350 pounds of pure sex. There you go. Armando Villano. Armando, oh, he's going down. He's going downtown. There you go. Who's your puppy? Dos, uno. Everybody clap your hands for Armando Villano, ladies and gentlemen. Everybody, enjoy México. Señores, señores, vamos a regresar en unos pocos momentos con más despacito, así que la verdad que se sonría. നമ്മളവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഹലോ, പ്രൊവച്ചോ. ഇത് നമ്മുടെ ടാക്കോസ് പിന്നെ സൈഡ് ഡിഷ് നമ്മൾ ആവശ്യമുള്ള എടുക്കണം. പിന്നെ ഇത് സീ ഫുഡാണ് കേട്ടോ. ഈ ഷ്രിമ്പ്, പിന്നെ ഇവിടെ നിന്ന് കുറേ സൈഡ് ഡിഷ് അവിടെ കാണുന്നത് എടുക്കണം. ഏതോ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഉച്ചഭക്ഷണം കഴിക്കുകയാണ്. നല്ല വിശപ്പ് കേട്ടോ എനിക്ക്. മറ്റൊരാളവിടെ മുട്ടായികൾ കൊണ്ടുവന്ന് വിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറേ ആളുകൾ പലതരത്തിലായിട്ടുണ്ട്. ഞാനിവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. തീരാറായി. ഇന്ന് അവിടെ ശവിച്ചറിയാലോ. വയറ് മുട്ടേ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് നമ്മളിവിടുത്തെ ഒരു മാർക്കറ്റിലോട്ട് വന്നതാണ്. ഇവിടുത്തെ മാർക്കറ്റ് സ്ട്രീറ്റ് ഫുഡൊക്കെയാണ് കേട്ടോ. ഈ കാണുന്ന ഭാഗത്ത് റസ്പാഡോ ടോസ്റ്റിലോക്കോസ് ഇവിടെ കണ്ടില്ലേ. ഈ കാണുന്നതെല്ലാം നമ്മുടെ സ്ട്രീറ്റ് ഫുഡ്. പിന്നെ ഇവിടെ നമ്മുടെ തുണിയും സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ലോക്കൽ മാർക്കറ്റാണ് കേട്ടോ. ഈ കാണുന്നത് നമ്മുടെ പട്ടിക്കുള്ള ഡ്രസ്സാണ് കേട്ടോ. പട്ടിക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ, പിന്നെ കുറേ ഗൃഹോപകരണ വീട്ടിലൊക്കെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, അങ്ങനത്തെ സാധനങ്ങൾ. ആളുകളൊന്നുമില്ല കേട്ടോ. ആളും പേരൊന്നുമില്ല. നമ്മുടെ എലിയെ പിടിക്കാനുള്ള ഇത്. ഇവിടുത്തെ ചന്തയൊക്കെ ആളും പേരും ഇല്ല കേട്ടോ. മാർക്കറ്റൊന്നും ആളേ ഇല്ല. ചുമ്മാ വെറുതെ കൊതുകടിച്ച് ഈച്ചയും വെച്ച് ഇരിക്കുന്ന ആ ഒരു ടൈപ്പിലെ മാർക്കറ്റ് കേട്ടോ. ഒരു മനുഷ്യരെ ഇവിടെ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. എനിക്കൊന്നും നട്ടുച്ച ആയതുകൊണ്ടായിരിക്കണോ എന്തോ അറിയില്ല. ഇവിടെ കണ്ടില്ലേ, ഈ കാണുന്നത് നമ്മുടെ അണ്ടർവെയർ ആണ് കേട്ടോ. ജട്ടികളാണ് ഈ കാണുന്നത്. ഓരോ ജട്ടിക്കും ഓരോ മീനിങ് ഉണ്ട്. വാട്ട്സ് the thing? Yellow means money. If you want money, you use like this yellow underwear. What about red?
love. If you are looking for boyfriend or ഓ something. ആരെങ്കിലും കാമുകന്മാരോ കാമുകിക്ക് വേണ്ടി നോക്കുവാണെങ്കിൽ അവർ ചുമന്ന ചട്ടിയിടും. മഞ്ഞ ചട്ടിയിട്ടാൽ അതിന്റെ അർത്ഥം എന്ന് പറയുമ്പം അവർ പൈസ ജീവിതത്തിൽ നല്ലപോലെ പൈസ സമ്പാദിക്കാനാണ് കേട്ടോ. അത് കൊള്ളാലോ. അതായത് ഇതിട്ടാൽ അവരുടെ ന്യൂ ഇയറിൽ അവരുടെ ആഗ്രഹം അതൊക്കെ നടക്കും എന്നുള്ള ഒരു വിശ്വാസമാണ് കേട്ടോ. സോ വിച്ച് വൺ യു വാണ്ട്? യു വാണ്ട് യെല്ലോ ഓർ യു വാണ്ട് റെഡ്? You will use it this one. ഐ വിൽ യൂസ് ദിസ്. എനിക്ക് ആണുങ്ങൾക്കാണെങ്കിൽ ദാണ്ട ഇതുപോലത്തെ റെഡ് This ഇടും ones are കേട്ടോ. good for you. ഈ കാണുന്നതൊക്കെ നമ്മുടെ സെക്കൻഡ് ഹാൻഡ് ഡ്രസ്സാണ് കേട്ടോ. ഉപയോഗിച്ച സാധനങ്ങൾ വീണ്ടും നല്ലപോലെ കഴുകി മടക്കി വിൽക്കുന്ന അങ്ങനത്തെ സെക്കൻഡ് ഹാൻഡ് ത്രിഫ്റ്റ് സാധനങ്ങളാണ് ഇത്. ഇതാണ് ഇവരുടെ ലൊത്തറിയ. നമ്മളന്ന് കളിച്ച ഗെയിമാണ്. നിങ്ങൾ കണ്ടു കാണുമെന്നോ അറിയില്ല. ലൊത്തറിയ ഗെയിമാണ് കേട്ടോ. അതുകൊണ്ട് ഇവിടെ ലൊത്തറിയ ഗെയിമിൻ്റെ ഇതാണ്. കുറേ സംഭവങ്ങളുണ്ട്. എനിക്ക് ഈ ഒരു സമയം ആയതുകൊണ്ടാണ് കേട്ടോ ആളുകൾ കുറവ്. അല്ലെങ്കിൽ ധാരാളം ആളുകൾ വരണം. ഈ ഒരു സമയം ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കണം. ഈ കാണുന്നതിൻ്റെയൊക്കെ വില ഞാൻ പറഞ്ഞുതരാം. ഈ കാണുന്ന ഒരു ടീഷർട്ടിന് 190 എന്ന് പറയുമ്പോൾ 1100 രൂപ വരുമായിരിക്കണം. 1000 ആ ഒരു റേറ്റിലൊക്കെ വരുന്നത്. ഇവിടെ കാണുന്നത് ഓക്കെ. ഇവിടെ 290 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു ഇത് കണക്കൂട്ടാനാണ് കേട്ടോ പാട്. $1 എന്ന് പറയുമ്പോൾ 190 അപ്പോൾ ഒരു 300 15 1500 രൂപ ആ ഒരു റേറ്റൊക്കെ ആണെന്ന് തോന്നുന്നു. ഈ കാണുന്നതാണ് നമ്മുടെ മെക്സിക്കൻ ടൈപ്പ് ബൂട്ട് കേട്ടോ. ഫോർ ദ ഹോഴ്സ് റൈഡിങ്. No, we are famous for used boots all the time. Yeah, I know. No, everyone, but you. This is for you. കണ്ടില്ലേ വ്യത്യസ്തമായിട്ടുള്ള ബൂട്ടുകൾ. മെക്സിക്കൻ സ്റ്റൈലാണ് കേട്ടോ. ബൂട്ട് എന്ന് പറഞ്ഞാൽ like crocodile, like things. പലതരത്തിലുള്ള മെക്സിക്കോയിലെ ബൂട്ട് നിങ്ങൾക്കറിയാലോ. മെക്സിക്കൻ നാർക്കോസ് സിനിമയിലൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. Not only the narcos use. Yeah, I know. I mean Narcos movie you seen Mexican people എപ്പോഴും എന്താണ്ടേ ഇവിടെ പൈസ മാത്രമേ അല്ല ഓൺലൈൻ ട്രാൻസാക്ഷൻ അലൗഡ്. ഓൺലൈൻ ട്രാൻസാക്ഷൻ അക്സെപ്റ്റീവ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതുപോലുള്ള മാർക്കറ്റുകളെ തിയാങ്കീസ് എന്നാണ് വിളിക്കുന്നത്. തിയാങ്കീസ് മെക്സിക്കോയുടെ പല ഭാഗങ്ങളിലും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ കാണുന്നത് മെക്സിക്കോയിലെ ചപ്പലാണ് കേട്ടോ. മെക്സിക്കോയിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഇവരുടെ ലോക്കൽ സ്റ്റൈല് ചപ്പലാണ് മെക്സിക്കൻ ചപ്പൽ. കാണാത്തവർക്ക് വേണ്ടി. സായി എനിക്ക് ഒന്ന് ന്യൂ ഇയറിന് ഇടാൻ വേണ്ടി അണ്ടർവെയർ തിരയുവാണെന്ന് തോന്നുന്നു. നോക്കട്ടെ. സായി പണമാണോ നോക്കുന്നത് പ്രണയമാണോ നോക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പണമാണെന്നാണ് തോന്നുന്നത്. നമ്മൾ അവിടെ നിന്ന് വന്നിട്ട് ഇവിടുത്തെ ഒരു മോളിലോട്ട് വന്നതാണ്. നിങ്ങൾക്ക് ഞാൻ ഇവിടുത്തെ മോൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ്. എനിക്ക് വയ്യ കേട്ടോ. ഭക്ഷണം കഴിച്ച് ഇന്ന് വയറ് നിറഞ്ഞു. നമ്മൾ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് ഒരു മോളിലോട്ടാണ് ഇപ്പോൾ നേരെ വന്നിട്ടുള്ളത്. നമ്മൾ നിങ്ങൾക്ക് കോസ്കോ കാണിച്ചു തന്ന്. ഇത് നമ്മുടെ സൊറിയാന ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ്. ഇതെന്ന് പറയുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള മിഡിൽ ക്ലാസ് ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. എല്ലാ ആൾക്കാരും വീഡിയോ എടുക്കുന്നതുകൊണ്ട് എന്നെ തന്നെ നോക്കുന്നുണ്ട്. എവരി വൺ ലുക്കിംഗ് ബിക്കോസ് ഐ ആം മേക്കിംഗ് വീഡിയോ. നല്ല രസമുണ്ട് കേട്ടോ. ഇതിനകത്ത് ഇതാ കുറേ കടകളുണ്ട്. ഇവിടെ എല്ലായിടത്തും വെയിറ്റ് നോക്കാനുള്ള ഇങ്ങനത്തെ മെഷീൻസ് ഉണ്ട് കേട്ടോ. മാത്രമല്ല ഇതിൽ 5 പൈസ 10 പൈസ ഇട്ടിട്ട് നമ്മളുടെ ഒബേസിറ്റി സാധനങ്ങളെല്ലാം നോക്കാൻ വേണ്ടി പറ്റുന്ന ഒരു മെഷീനാണ് കേട്ടോ. കാരണം ഇവിടെയുള്ള ആളുകൾ പൊതുവേ തടിച്ച് ഫാറ്റായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. ഈ കാണുന്നത് ഒരു സാധാ ഒരു മാളാണ് കേട്ടോ. ഇവിടുത്തെ വൺ ഓഫ് ദ വലിയൊരു മാളാണ്. അന്താരാഷ്ട്ര ബ്രാൻഡുകളും പിന്നെ ഇവിടുത്തെ ലോക്കൽ ബ്രാൻഡുകളൊക്കെയാണ്. ഇതാ ഈ കാണുന്നത് ഇവിടുത്തെ ഫുഡ് കോർട്ട്. മങ്കി പപ്പാസ്, കോണ്ടസ് ഫുഡ്, ഡൊണാറ്റോട്ട, എസ്ത്രല്ല ഓറിയൻ്റൽ, ടോർട്ടാസ് ലോക്കാസ്, കുറേ സാധനമുള്ള വാലന്റീന, ഗുട്ടി, റാമേൻ. പിന്നെ നമ്മുടെ ബർഗർ കിങ് വളരെ പ്രസിദ്ധമാണല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. ബർഗർ കിങ് അന്താരാഷ്ട്രമായിട്ടുള്ള കട. അങ്ങനെ കുറേ. പിന്നെ സബ്വേ. ഇതൊക്കെയാണ് ഇവിടെ. അങ്ങനെ മോളിൽ നിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ സായിയുടെ കൂട്ടുകാരൻ്റെ കൂടെ ഇതാണ്ട് പ്ലായ പബ്ലിക്കയിലോ വന്നതാണ്. പ്ലായ എന്ന് പറയുമ്പോൾ ബീച്ച്, പബ്ലിക്ക എന്ന് പറയുമ്പോൾ പബ്ലിക്കിന് വേണ്ടിയുള്ള പബ്ലിക് ബീച്ച് എന്നാണ് അർത്ഥം. ഇതാണ് സായിയുടെ കൂട്ടുകാരൻ. ബ്രോ, ഹോല. Hola. ¿Cómo estás? Muy bien, saludos. I don't know how to say what's your name. ¿Cómo te llamas? ¿Cómo te llamas? Alejandro. Alejandro. ¿Cómo te llamas? Mahin. Mahin. ¿Cómo te llamas? Eres? ¿Ah? ¿De dónde eres? ¿De dónde? ¿De dónde? Means? Where are you from? ¿De dónde ¿De dónde? eres? ¿De dónde eres? You need to say, soy de India. Soy de India. India. Soy de India. ഞാൻ ഇന്ത്യയിൽ നിന്നാണ്. So you travel? Yeah. You travel to India? Yeah, 7 times. I love it. How, where you have been to?
as I say, India has 27 states. I have been in 22, but my favorite part is Northeast. Probably Arunachal Pradesh and Meghalaya, I would say. Meghalaya. Yeah, but in Nagaland you can eat weird things, and I like Like dog meat, these things, crazy yeah. But I mean, I have a good time there, so I like it. That's nice. How was Kerala? How's your experience? Kerala, nice. I remember that much Munnar. Munnar, the tea like that plantation. tea plantation. Yeah, I went to the season, in the season, sorry. So I have very good time there. And your city, Thiruvananthapuram. Yeah, Tarara, yes. yeah, something like that. And I remember one specific temple, who is the most popular, very near to Tivanram. But I forgot. the name. Padmanabhaswamy temple? You mean in the Probably, city? Yeah, that The people richest make temple in the lines. world. Is the richest? What do you mean? There is the richest temple in the world Oh, in Thiruvananthapuram. so it's They have trillions of dollars, like 1 trillion worth. That was like, 3-4 years ago. Uh-huh. Now it will be like more, triple Yeah. times, But it's the same temple because I went to an Indian temple. It's in Hindu temple. Yeah, Hindu is a religion. Yeah. So nice. Probably was that. I remember you need to cover like this. Yeah. Then it's Padmanabhaswamy temple. Lines. You went inside? Yes. Oh my god, you are lucky. Usually foreigners are not allowed. Yeah. They but thought you are I local. went from Assam, so. But yeah. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇവനെ കയറ്റി കേട്ടോ. ഇവനെ ലോക്കലാണെന്ന് വിചാരിച്ച് അവര് കയറ്റി വിട്ടാണ്. യു ആർ വെരി ലക്കി. Yeah. I was lucky to enter. Wow, that's nice. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഒരു പബ്ലിക് ബീച്ചിലോട്ട് വന്നാണ്. ഇവിടെ ലോക്കൽസ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ കാണുള്ളൂ. അങ്ങനെ അധികം വിദേശികൾ നമ്മൾ നേരത്തെ പോയ സ്ഥലം പോലെയല്ല. പബ്ലിക് ആയിട്ടുള്ള ആളുകൾ വരുന്ന കുറെ ആൾക്കാർ മീൻ പിടിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന കാഴ്ചയാണത്. ഫുള്ള് മീനിന്റെ ഇതാണ്. നമ്മുടെ ചെറുക്കൻ എന്താ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി. അവര് വിദേശിയാണെന്നേ അറിഞ്ഞില്ല. യു ആർ ലക്കി മാൻ. മാഷാല്ലാ. ഇവിടെ കണ്ടില്ല ഒരു കൊച്ചു ഡോഗ് കേട്ടോ. ഈ കാണുന്ന ആൾക്കാരെല്ലാം തന്നെ മീൻ പിടിക്കാൻ വേണ്ടി നിൽക്കുന്നവരാ. ഇവിടെ ആക്ച്വലി നീലത്തിമിംഗലത്തിനെ കാണാൻ സാധിക്കും. ഇത്രയും നേരം ദാണ്ടെ മറ്റേ നീലത്തിമിംഗലം പുറത്ത് വന്നിട്ട് ഇത് വിടുമല്ലോ, അത് കണ്ടു കേട്ടോ ഞാൻ ഇത്രയും നേരം. ഭാഗ്യം ഉണ്ടെങ്കിൽ നീലത്തിമിംഗലം ചാടാൻ സാധിക്കും. ഇതാ ഈ തൊട്ടിവിടെയാണ് കേട്ടോ നീലത്തിമിംഗലം. ഇപ്പൊ അത് ഇതാ അവിടെ കണ്ടില്ലേ ഒരു നീളം ഇതുപോലെ, അത് നീലത്തിമിംഗലത്തിന്റെ ഇതാ. ഭാഗ്യം ഉണ്ടെങ്കിൽ അതിപ്പോ ശ്വാസം വിടാൻ വേണ്ടി പുറത്ത് വരുന്നത് നിങ്ങൾക്ക് കാണാം. ഓ മൈ ഗോഡ്, വാവ്, എന്റെ അമ്മോ, 2 എണ്ണം ഉണ്ട് കേട്ടോ. എന്റെ അമ്മോ, അതൊന്നും പൊങ്ങി ചാടിയിരുന്നെങ്കിൽ നല്ല രസമായിരുന്നേനെ. അത് അങ്ങോട്ട് നീന്തി പോവാ. ബ്രോ അവിടെ വേറൊരു സാധനം കണ്ടോ നിങ്ങൾ ജമ്പ് ചെയ്യുന്നത്? കണ്ടില്ലേ? വെയിലായതുകൊണ്ട് കറക്റ്റ് കാണാൻ പറ്റില്ല. അതിനാണ് മന്ത്രായ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാലോ മന്ത്രായ. അതിന്റെ പേര് ഇതൊന്നുമല്ല, വേറെന്തോ പറയും. ചാടുന്നുണ്ടോ? ചാടി മൗവാല് പോലെ ഇരിക്കണം കേട്ടോ. മന്ത്രായ അതിന്റെ ഇംഗ്ലീഷിൽ പറയുന്നതാണ് ഇതാ മന്ത്രായ. കണ്ടില്ലേ? നല്ല രസമുണ്ട് കേട്ടോ അത് ചാടുന്ന കാണാനായിട്ട്. എവിടെ അല്ലേ നോക്കിയേ, ചാടുന്നുണ്ടോ? ഇത് നമ്മുടെ പസഫിക് ഓഷൻ ആണ്. ഇപ്പൊ ആളുകളൊക്കെ കൂടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കൂടുതൽ ആളുകളുണ്ട്. ഞാൻ വിചാരിച്ചതല്ല കേട്ടോ. പുള്ളിക്കാരെ ഭയങ്കര ഇൻട്രസ്റ്റിങ്. ഇന്ത്യയെ കുറിച്ച് കുറെ കാര്യം അറിയാം കേട്ടോ. You know a lot of things. That's what I am saying, you know. From India. അവൻ 9 മാസം ഇന്ത്യക്ക് ഇറങ്ങി ഇന്ത്യയെ കുറിച്ച് കുറെ കാര്യങ്ങൾ അറിയാം കേട്ടോ. ലാംഗ്വേജ്, പൊളിറ്റിക്സ് കുറച്ച്, പിന്നെ കുറെ ഡൈവേഴ്സിറ്റിയെ കുറിച്ച് എല്ലാം അവൻ പറയുന്നുണ്ട്. ഞാൻ കുറച്ച് ഇംപ്രസ്ഡ് ആയി കേട്ടോ. കാരണം Cricket. ക്രിക്കറ്റ് I was there when India sadly lost versus Australia. The cricket World Cup. വേൾഡ് കപ്പ്. Yeah, we were ready to celebrate and everything. In the end, they didn't want. In Kerala, many people mostly football. Yeah, you don't like cricket that much. Yeah, in many parts, yeah. Mostly like football in Kerala. Like in UP, Maharashtra is cricket. yeah, other North India everywhere. I mean India generally, but you go Meghalaya, it's like football. Meghalaya is like West football. Bengal is football. West Bengal, Well, yeah. it's both because Both. West Bengal both. But Meghalaya full football. Like many Northeast is football. ഇവിടെ നമ്മുടെ പസഫിക് ഓഷനിലെ സൺസെറ്റ് ദാ കണ്ടില്ലേ? Yeah.
because I've been with some friends that they actually rent a car and they ഇവിടെ നമ്മുടെ സൺസെറ്റ് കഴിഞ്ഞു. അടിപൊളി കേട്ടോ. ഇവിടെ എത്ര ആൾക്കാരാ നോക്കിക്കുക മീൻ പിടിക്കാൻ വേണ്ടി ഇരിക്കുന്നത്. എല്ലാ ആൾക്കാരും മീൻ പിടിക്കാൻ വേണ്ടി നിൽക്കുന്നവർ മാത്രമാണ്. I mean, I don't mind if I back in the third also, but if I move it back, no early, like അടിപൊളി കേട്ടോ. plus 1 hour to 30 descent. Okay, so it's like going to Balandra and back. Probably we can do something more like from. I don't think that. ഇവിടെയും കുറേ ആൾക്കാർ ഇപ്പോൾ വന്നിട്ടുണ്ട്. ലോക്കൽസ് ആണ് കേട്ടോ ഈ കാണുന്നതെല്ലാം. Don't you passport? Why you? I was thinking ഇവിടുത്തെ കളർ മാറി നോക്കിക്കുക. അടിപൊളി കേട്ടോ. സ്കൈയുടെ കളർ ആകെ മാറിയിട്ടുണ്ട് ഇപ്പോൾ. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ബീച്ചിൽ നിന്ന് ഇറങ്ങി നമ്മളിവിടുത്തെ കാബോയിൻ്റെ നഗര ഹൃദയ ഭാഗത്തിലോട്ട് വന്നതാണ്. ഇവിടെ എല്ലായിടത്തും തക്കീല ഹൗസ് മദ്യങ്ങൾ കിട്ടുന്ന കടകളാണ് ഈ കാണുന്നത്. നമ്മൾ ഇന്ന് ഇവിടുത്തെ ഒരു ബാർ എന്ന് പറയുമ്പം ഡ്രിങ്ക്സും ജ്യൂസ് അങ്ങനത്തെ ബാർ അറിയാമല്ലോ, ബാറിലോട്ട് പോവാണ്. പിന്നെ പറ്റുമെങ്കിൽ ഇവിടുത്തെ ക്ലബിങ്ങിന് ഭയങ്കര ഫേമസ് ആണ് ഈ കാണുന്ന സ്ഥലം. ധാരാളം ഗ്രീൻഗോസ്, അതായത് അമേരിക്കക്കാരൊക്കെ വന്നിട്ട്, അല്ലെങ്കിൽ പൊതുവെ ഇവർ വിദേശികളെ പറയുന്നതാണ് ഗ്രീൻഗോസ് എന്ന് പറയുന്നത്. അമേരിക്കൻസെ ആണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഞാൻ പോയാലും എന്നെ അവർ ഗ്രീൻഗോ എന്ന് തന്നെയാണ് പറയുന്നത്. ഈ കാണുന്ന എല്ലാ സുവനീർ ഷോപ്പുകൾ, ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള കടകളൊക്കെയാണ്. വൈകുന്നേരം ആകുമ്പോൾ ഇവർ അടയ്ക്കുന്ന കാഴ്ചയാണ് കേട്ടോ. ഇനി ഫുള്ള് പാർട്ടിക്ക് വേണ്ടിയുള്ള ഇതായിട്ട് മാറി ഈ കാണുന്ന സ്ഥലമെല്ലാം. രാത്രി ആളുകളൊക്കെ മദ്യപിച്ചിട്ട് 12 മണിയാകുമ്പോൾ ഈ കാണുന്ന സ്ഥലത്തിന് 12 മണിക്ക് ഈ കാണുന്ന ബുള്ളിൽ വന്ന് കയറിയിട്ട് കറങ്ങി ആടി വീഴുന്ന ഒരു സ്ഥലമാണ്. ഈ കാണുന്നതെല്ലാം ഇതുപോലുള്ള കടകളാണ്, സുവനീർ ഷോപ്പുകൾ, സംഭവങ്ങൾ. പിന്നെ ആ ഭാഗത്തായിട്ട് ധാരാളം മസാജ് ഷോപ്പുകൾ, മസാജ് സെൻ്ററുകളുണ്ട്. ഈ മസാജ് സെൻ്ററുകളെല്ലാം നമ്മളിപ്പോൾ തായ്ലൻഡിലെ മസാജ് സെൻ്ററുകൾ പോലെ തന്നെ പ്രോസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നതാണ് കേട്ടോ. ലൈംഗികതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കുറേ മസാജ് പാർലറുകളൊക്കെ കാണാം. ഇവിടെ നമ്മുടെ മെക്സിക്കോയിലൊക്കെ വരുമ്പോൾ ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഇവിടുത്തെ ടക്കീല കപ്പുകൾ, പിന്നെ ഇവരുടെ ബോർഡുകൾ, ഇവരുടെ തൊപ്പികൾ അറിയാമല്ലോ, കൗബോയ്സ് മെക്സിക്കൻസ് ഒക്കെ ധരിക്കുന്ന തൊപ്പികൾ. യെസ് ബ്രോ, മൈ ഗൈഡ്. How many Mexicans you see there? എക്സാക്ട്ലി. ഇവിടെ ഫുൾ അമേരിക്കൻസ് ആണ് കേട്ടോ, ഗ്രീൻഗോസ് ആണ് ഈ കാണുന്ന സ്ഥലത്ത് ഫുൾ ഇതാ. Because you buy a beer for $9. $9, yeah. And this one costs 1.5. ഇത് $1.5, അതായത് 130 രൂപ വരുമ്പോൾ അവിടെ 500 രൂപയൊക്കെ കൊടുത്തിട്ട് പോയി ആൾക്കാർ ഇന്ന് കുടിക്കും. കാരണം അമേരിക്കൻസിന് ഇത് നോർമലാണ്. ഈ കാണുന്നത് ധാരാളം ലൈംഗികമായിട്ടുള്ള സ്ട്രിപ്പ് ക്ലബ്ബുകളൊക്കെയാണ് കേട്ടോ. ഇതുപോലുള്ള കുറേ സംഭവങ്ങൾ ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. രാത്രിയാകുമ്പോൾ പൊതുവെ എല്ലായിടത്തും കാണുന്ന ടൂറിസ്റ്റ് നഗരങ്ങളെല്ലാം ഇങ്ങനെയാണ്, നിങ്ങൾക്കറിയാലോ. ഈ അമേരിക്കൻസിന് വേണ്ടിയുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ക്ലബ്ബുകളും സംഭവങ്ങളെല്ലാം അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. ഈ കാണുന്നത് നമ്മുടെ മറീന ഭാഗമാണ്. ബോട്ടുകളൊക്കെ അടുക്കി വെച്ചിരിക്കുന്ന അതിൽ ധാരാളം പേര് യൂസ് ചെയ്യുന്നു. പിന്നെ കാനഡയിൽ നിന്നൊക്കെ ധാരാളം പേര് അവരുടെ ബോട്ട് സ്വന്തമായിട്ട് അവരുടെ യോട്ടുകളൊക്കെ കൊണ്ട് ഇവിടെ വരാറുണ്ട്. വലിയൊരു ഏരിയ ആണ് കേട്ടോ. ഈ ഒരു ഫുൾ സ്ട്രീറ്റ് ഫുള്ള് ഭക്ഷണശാലകളും സംഭവങ്ങളൊക്കെയാണ്. ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ പുത്തേറോസ് ആണ്. പുത്തേറോസ് എന്ന് പറയുന്നത് ലൈംഗികതമായിട്ടുള്ള ഇതുപോലത്തുള്ള ക്ലബ്ബുകളെയാണ് പറയുന്നത് കേട്ടോ. ഇതായി കാണുന്നത് ഇവിടെ തിരക്ക് നോക്കി ഫുൾ ആളുകളാ. ഇനി ഇപ്പൊ സമയം 7:30 മണിയായി. 8-8:30 മണിയാകുമ്പോഴാണ് ഇതിൽ നിന്നും കൂടുതൽ തിരക്കുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ധാരാളം ഇന്ത്യൻ അമേരിക്കൻസ് ഒക്കെ ധാരാളം ഇവിടെ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് പോയി ക്ലബ്ബുകളിൽ പോകാനുള്ള പ്ലാൻ ആയിരുന്നു, അതൊന്നും നടന്നില്ല. പിന്നെ നമ്മളൊരു ലോക്കൽ വാട്ട് ഈസ് ദിസ് ബ്രോ? Tamal de pollo. തമാല പോയോ? Pollo is chicken. പോയോ ചിക്കൻ, അതിനോ തമാലി പോയോ? ഇത് നമ്മുടെ ചിക്കനാണ് കേട്ടോ. You don't get pollo, but There is no പോയോ, only the pollo is always in the middle. പോയോ ഒന്നും ഇല്ല കേട്ടോ. ദിസ് ഈസ് കോൺ. Yeah. Corn It's is hard to eat. Sorry. Do you want to say hi? On YouTube. ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ രണ്ടുപേരെ കണ്ടു. അപ്പം ഞാൻ ഓൾറെഡി ഒരു പുള്ളിക്കാരനെ കണ്ടു. പുള്ളിക്കാരൻ കണ്ടപ്പോൾ എനിക്ക് തമിഴെന്ന് തോന്നി. അപ്പം ഞാൻ ഇവരുടെ അടുത്ത് പറയുമായിരുന്നു അവർ തമിഴാണെന്ന്. അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചു. ഒരു ചേച്ചി ഉണ്ടായിരുന്നു, പുള്ളിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ പുള്ളിക്കാർ പറഞ്ഞു കേരള കേട്ടോ, കോട്ടയംകാരിയാണ്, ഞാൻ കാണിച്ചു തരാം.
Now I'm Purple. seeing that there are people from Kerala everywhere. Yeah, Kerala people are everywhere, bro. Even traveling, leaving. Tamale in the street of Mexico. അപ്രതീക്ഷിതമായിട്ട് നമ്മൾ കണ്ടതാണ്. See, very coincidence, right? Hi, കോട്ടയംകാരി. Hi guys. Hi Mahin's followers. Hi, nice to എന്താ meet you. പേരെന്താ? My name is Melba. I'm from Kerala too. It was so nice to meet him. ഇവൻ പറയുന്നത് ഇവനിവിടെ ട്രാവൽ ചെയ്യാൻ വന്നതാണ്. I hope he has a lot of fun. Too much, yeah. Especially now, after meeting you. What's your name? Hello, I'm here Ramanathan. Ramanathan is my name. Wow, wow. So you speak Tamil? You speak Tamil? മധുരക്കാരന്താ? ഞാൻ വന്ന് തിരുവനന്തപുരം. Okay. പക്കം. Okay. We are not far, yeah. Nice I've been to Padmanabha Temple. Tirunelveli. Many times. Wow, nice to meet you. How's your holiday? Are you here for a holiday? Yeah, till the New Year. How did you like here? It's great. Great food, seafood, and like good beaches. That's nice. Yeah, just a good vibe. It's just like India at some parts, Can be, yeah. But nice to meet you guys, Okay, thank you. ഈ കാണുന്നതെല്ലാം നമ്മുടെ ലോക്കൽ ഭക്ഷണശാലകളാണ് കേട്ടോ. കുറെ ഗ്രീൻഗോസും അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ സായിയുടെ അടുത്ത് പറയായിരുന്നു, ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് ഇത്രയും നടന്ന് കുറെ ലോക്കലായിട്ടുള്ള കുറെ സാധനങ്ങൾ കണ്ടത്. സായി, ഇവിടെ ക്ലബ്ബിൽ നിന്ന് പോകുന്ന കൂട്ടമാണ് കേട്ടോ. അതായത് ആളുകളെ പിടിക്കാൻ വേണ്ടി, അവരുടെ ക്ലബ്ബുകളിലേക്ക് ആളുകളെ പിടിക്കാൻ വേണ്ടി പോകുന്ന കൂട്ടമാണ്. ഹോംലെസ് ആയിട്ടുള്ള ആരുടെയോ പട്ടികളാണ് കേട്ടോ ഈ കാണുന്നത്. ഈ കാണുന്ന സ്ട്രീറ്റുകൾ ഫുള്ള് എന്ത് കളർഫുള്ളായിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ ഫാർമസി ഷോപ്പുകൾ, അതായത് ഡ്രഗ് സ്റ്റോറുകൾ ഇവിടെ ധാരാളം ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ഈ വയാഗ്ര പോലുള്ള മെഡിസിൻസ്, വയാഗ്ര പോലുള്ള ഡ്രഗ്സൊക്കെ ആളുകൾക്ക് വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന കുറേ കടകളുണ്ട് കേട്ടോ. വയാഗ്ര എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ. നമ്മളടുത്ത് നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ടാക്കോസ്, പിന്നെ സോസേജസ്, എന്തൊക്കെയുണ്ട് സംഭവം. ഇതെല്ലാം സ്ട്രീറ്റ് ഫുഡാണ്. ക്ലബ്ബൊക്കെ കഴിഞ്ഞ് പോകുന്നവർ വന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ ഉപയോഗിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഈ കാണുന്നത്. ഇതാണ് കേട്ടോ ഇവിടുത്തെ നമ്മുടെ